ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമൃതാം ധർമ്മസമൂഢചേതക യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗം 47-ാമത്തെ ശ്ലോകമാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിനു മുമ്പ് 31-ാമത്തെ ശ്ലോകം തൊട്ട് ഇതുവരെ പഠിച്ച ശ്ലോകങ്ങളൊന്ന് ചൊല്ലിക്കൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ശ്രീ ഭഗവാനുവാച കാലോസ്മിൻ ലോകക്ഷയകൃതപ്രവർത്തോ ലോകാൻ സമാഹർത്തുമിഹ പ്രവർത്തേ ഹൃദേ ത്വാം ന ഭവിഷ്യന്തി സർവേ യേ അവസ്ഥിതാം പ്രത്യനികേഷു യോധാ തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രും ഭുങ്ക്ഷ്വാ രാജ്യം സമർത്ഥം മൈവൈർദേ നിഹിത പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ ദ്രോണം ച പുഷ്പം ച ജയദ്രഥം ച കർണം തഥാന്യാഭിയോധവീര്യാൻ മയാ ഹതസ്ത്വാം ജിഹിമാം വിദിഷ്ട്വാ യുദ്ധസ്യ ചേതാസിരണേ സമഗ്നാൻ. സഞ്ജയ ഉവാച ഏതത് ശ്രുത്വാം വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാനഃ കിരീടീം നമസ്കൃത്വാ ഭൂയ ഏവാകൃഷ്ണം സദർഗതം പ്രീത പ്രണമ്യ. അർജുന ഉവാച സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്യാ ജഗത്പ്രകർഷ്യത്യനുരജ്യതേജ രക്ഷാംസി വീഥാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഗാം. കസ്മാച തേ നമേരന്മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപാധികത്ര അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസൽ തൽപരം യത് ത്വമാദിദേവ പുരുഷ പുരാണാ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ. വായുര്യമോ അഗ്നിർവരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേ സുസഹസ്രകൃത്വാ പുനശ്ച ഭൂയോ അപി നമോ നമസ്തേ നമഃ പരസ്താദത പൃഷ്ടസ്തദസ്തേ നമസ്തേ നമസ്തുതേ സർവദ ഏവ സർവ. അനന്തവീര്യം വിതമിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോऽസി സർവ. സഖേതി മത്വാ പ്രസവം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാം മഹിമാനം തവേദം മയാ പ്രമാദത് പ്രണയേന വാപി. യച്ഛാവഹാസാത്തസത്കൃതോऽസ്തി വിഹാരശയ്യാസന ഭോജനേഷു ഏകോ അഥവാപ്യച്യുത തക്ഷമക്ഷം തക്ഷമായേ ത്വമഹമപ്രമേയം പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യസ്യ ഗുരുകരീയാൻ നാ തത്സമോസ്ത്യ അഭിധകൃതോ അന്യ ലോകത്രയേപ്യ പ്രതിമ പ്രഭാവാം തസ്മാൽ പ്രണമ്യ പ്രണിതായ കായം പ്രസാദേ ത്വമഹമീശമീഢ്യം. പിതവേ പുത്രസ്യ സഖേവ സഖ്യം പ്രിയ പ്രിയാർഹാസിരേവ സൂഢം അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ചംപ്രപതിതം മനോ മേ തദ്ദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസാം. കിരീടനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദൃഷ്ടമഹം തദൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. കഴിഞ്ഞ ദിവസം നമ്മൾ 46-ാമത്തെ ശ്ലോകം വരെയാണ് കണ്ടത്. അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെട്ടു, വിശ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ചതുർബാഹുക്കളോട് കൂടിയ വൈഷ്ണവ രൂപം ഭഗവാൻ കാണിച്ചു കൊടുക്കുകയുണ്ടായി. ആ രൂപം വീണ്ടും കാണിച്ചു കൊടുത്തതിൽ പ്രസാദിക്കണമേ എന്ന് അർജുനൻ പ്രാർത്ഥിക്കുന്നു. അതായത് ഭഗവാനോട് സാധാരണ രൂപത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കാണണമെന്ന് പറഞ്ഞതും അർജുനൻ തന്നെ, സാധാരണ രൂപത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടുന്നതും അർജുനൻ തന്നെ. ശ്രീ ഭഗവാനുമായ മയാ പ്രസന്നേന തവാർജുനേതം രൂപം പരം ദർശിതമാത്മയോഗാൽ തേജോമയം വിശ്വം അനന്തമാദ്യം എന്മേ തദന്യേന ദൃഷ്ടപൂർവം. അല്ലയോ അർജുന, നിന്നിൽ പ്രസന്നനായ ഞാൻ എന്റെ യോഗശക്തി കൊണ്ട് എന്റെ ഈ ശ്രേഷ്ഠ രൂപത്തെ, വിശ്വരൂപത്തെ നിനക്ക് കാണിച്ചു തന്നു.
പ്രകാശസ്വരൂപവും വിശ്വാത്മകവും അവസാനമില്ലാത്തതും ആദികാരണവുമായ ഈ രൂപം നീയല്ലാതെ മറ്റൊരുവനും മുമ്പ് കണ്ടിട്ടില്ല. ഭഗവാന്റെ വിശ്വരൂപം മറ്റാരും കണ്ടിട്ടില്ല എന്നല്ല ഇതിൽ നിന്നും ധരിക്കേണ്ടത്. അർജുനൻ ദർശിച്ച അതേ തരത്തിൽ മറ്റാരും കണ്ടിട്ടില്ലെന്നാണ് ധരിക്കേണ്ടത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അഥവാ അർജുനനിൽ പ്രസാദിച്ച ഭഗവാന്റെ യഥാർത്ഥ രൂപത്തെ കാണിച്ചു കൊടുത്തു. അതെങ്ങനെ കണ്ടു? ദർശിതം ആത്മയോഗാൽ. ഭഗവാന്റെ പരമാത്മാവിന്റെ ആ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അർജുൻ ഈ ശ്രേഷ്ഠ രൂപത്തെ കാണാൻ സാധിച്ചത് എന്നർത്ഥം. അതായത് ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ യഥാർത്ഥ ഈശ്വര ദർശനം സാധ്യമല്ല. ആത്മയോഗാൽ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആത്മശക്തിയെ ഉണർത്താത്ത ഒരാൾക്കും ഈശ്വര രൂപത്തെ കാണാൻ സാധ്യമല്ല. ആത്മദർശനത്തിലൂടെ മാത്രമേ പരമാത്മാ ദർശനം സാധ്യമാകൂ എന്നർത്ഥം. അതായത് നമ്മുടെ 11 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കുണ്ടലിനി ശക്തിയെ ഉണർത്തി അത് സാത്വിക ഭാവത്തിൽ നിന്നും ഉണർന്ന് ഗുണാതീത ഭാവത്തിലേക്ക് എത്തുന്ന ഒരു യോഗിക്ക് മാത്രമേ പരമാത്മാ ദർശനം സാധ്യമാകൂ എന്ന് ആത്യന്തികമായിട്ട് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ നാ വേദയജ്ഞാധ്യായ അന്നദാനൈ നാ ചാക്രിയ നാ തപോപുരുഗ്രൈ ഏവം രൂപശക്യം അഹം ലോകേ ദൃഷ്ടം തത് അന്യേന കുരുപ്രവീര. ഇനി അതിനു വേണ്ടിയിട്ട് കുരുശ്രേഷ്ഠനായ അർജുന, മനുഷ്യലോകത്തിൽ നീ ഒഴിച്ച് മറ്റാർക്കും വേദങ്ങൾ, യജ്ഞങ്ങൾ, സ്വാധ്യായം എന്നിവ കൊണ്ട് ഇപ്രകാരമുള്ള രൂപത്തോടു കൂടി എന്നെ കാണുക സാധ്യമല്ല. ദാനങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഉഗ്ര തപസ്സുകൊണ്ടോ അതൊന്നും സാധ്യമല്ല. യജ്ഞ ദാന തപസ്സുകൾ നിഷ്പ്രയോജനം എന്നല്ല ഇവിടെ ഭഗവാൻ പറയുന്നത്. പക്ഷെ അന്ധക്കരണ ശുദ്ധിക്കുള്ള ഉപായങ്ങൾ മാത്രമാണ് അവയെ ലക്ഷ്യം എന്ന് കരുതിയാൽ ആത്മാനുഭൂതി ലഭിക്കുകയില്ലെന്നതാണ് സത്യം. നമ്മൾ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിലിരിക്കുന്ന ബ്രാഹ്മണർ പോലും, ഈ സർവജ്ഞനായിട്ടുള്ള ബ്രഹ്മജ്ഞാനികൾ വരെ, ബ്രഹ്മജ്ഞാനം ഇല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക്, ജ്ഞാനത്തിന്റെ പദവിയിലേക്ക് ഉയർത്തുന്നത് തന്നെ ഈ പറയുന്ന വേദവൈദിക മാർഗങ്ങളിലെ ശാസ്ത്രോക്തങ്ങളായുള്ള ആചാരാനുഷ്ഠാനങ്ങൾ യഥാവധി നിത്യയുക്തമായിട്ട് പരിപാലിച്ച് അതിനെ കൂടെ ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ അതിനെ കൂടി അതിക്രമിക്കണം. നമ്മൾ അധികവും പറ്റുന്നത് ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് 99.9% ആൾക്കാരും ഈ ഭൗതിക ലോകത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. അതാണ് പ്രശ്നം. അതായത് ഭൗതികതയിൽ വേദവൈദിക കർമ്മങ്ങളിൽ ശാസ്ത്രം അനുസരിക്കുന്നവരുണ്ടെങ്കിൽ പോലും, അനുകരിക്കുന്നവരാണ് കൂടുതലും. ഇനി അഥവാ അനുസരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ തന്നെ കുടുങ്ങിക്കിടന്നാൽ അത് ഒരിക്കലും യഥാർത്ഥ ഈശ്വര ദർശനത്തിലേക്കോ സാരൂപ്യത്തിലേക്കോ സായുജ്യത്തിലേക്കോ ഒന്നും എത്തുന്ന പ്രശ്നമില്ല. അവിടെയാണ് മനുഷ്യന്റെ ഈ ഭക്തിമാർഗം തന്നെ വ്യർത്ഥമായി പോകുന്നതെന്നർത്ഥം. അത് ഏത് ജാതി മതങ്ങളിൽപ്പെട്ടവരായാലും വേണ്ടില്ല, അവരുടെ വേദശാസ്ത്രങ്ങളെ അവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു വേദം. അത് ഏത് രൂപത്തിലും ഏതിൽ നിന്നാണെങ്കിലും ധർമ്മ അനുസരണമായിട്ടുള്ള ഈശ്വരപ്രാപ്തിക്ക് ഉതകുന്നതായിട്ടുള്ള ഒരു മാർഗദർശനം അവരവരുടെ ശാസ്ത്രങ്ങളിലുണ്ട്. പക്ഷേ അത് പുസ്തകജ്ഞാനം കൊണ്ട് മാത്രം കാര്യമില്ല. അതനുസരിച്ച് ജീവിച്ചാൽ പോലും അതിനെ കൂടി ഒരു ഘട്ടത്തിൽ അതിക്രമിക്കണം. അതായത് എത്ര കാലം ഈ കർമ്മയോഗം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു അത്രയും കാലം നമുക്ക് ഈശ്വരപ്രാപ്തി സാധ്യമല്ല എന്നർത്ഥം. സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. അങ്ങനെ ഒരു ഘട്ടം വരണം നമുക്ക്. അല്ലെങ്കിൽ തന്നെ ശരീരം കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഉണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എണീറ്റിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാൽ അതുപോലും ശരീരം കൊണ്ട് സാധിക്കാത്ത അവസ്ഥ വരും. എന്തെങ്കിലും പറയണം, ജപിക്കണം എന്ന് വിചാരിച്ചാൽ അതുപോലും ശരീരം കൊണ്ടാണ്. ശരീരമാധ്യം കലു ധർമ്മസാധനം. അപ്പൊ വേദവൈദിക കർമ്മങ്ങളിലൂടെ ശാസ്ത്രോക്തങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. അത് ആചാരാനുഷ്ഠാനങ്ങൾ 16-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ശാസ്ത്രങ്ങളെ അനുസരിക്കണം എന്ന് പറയുന്നത് ശാസ്ത്രമാണ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രമാണം എന്നൊക്കെ ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നത്. അതാണ് നമ്മുടെ യോഗ്യതയിലേക്ക് എത്തുക. ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള യോഗ്യതയിലേക്ക് എത്തിക്കുന്നത് ശാസ്ത്രത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ശാസ്ത്രത്തെ അനുസരിക്കുന്നതിനും അതനുസരിച്ച് അത് അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ അതുകൊണ്ട് ഈശ്വരപ്രാപ്തി ഒരിക്കലും സാധ്യമല്ല.
ഒരുപക്ഷെ ഇതിനിടയിൽ ഭൗതികമായ നേട്ടങ്ങൾ, ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്താൽ ഇന്ന ഇന്ന ഫലങ്ങൾ ഉണ്ടാകും എന്നും വേദത്തിൽ പറയുന്നുണ്ട്. അത് പുണ്യഫലങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട്. എന്തിനാ നമ്മൾ ആ പുണ്യഫലങ്ങളെ പറ്റി ഇൻസ്പയർ, ഇല്ലെങ്കിൽ അർത്ഥലാഭത്തിന് വേണ്ടി നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആ കർമ്മം ഒന്ന് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമ്മളിൽ ആ ഇച്ഛാശക്തിയെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഫലേച്ഛ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാവരും എന്താ കുഴപ്പത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഫലേച്ഛയിൽ കുടുങ്ങി കിടക്കുക. അത് ഇഷ്ടഭോഗങ്ങൾ കിട്ടിയാലും ഒക്കെ പ്രയാസമായിരിക്കും എന്ന് ആത്യന്തികമായിട്ട് മനസ്സിലാക്കണം. ചെയ്യാൻ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കണം. അതില്ലാതെ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൽ തന്നെ കുടുങ്ങുക. അപ്പൊ ഒരവബോധം ഉണ്ടായിരിക്കണം. നമ്മൾ അഭിഷ്ടസിദ്ധിക്കായിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അഭിഷ്ടസിദ്ധികൾ സാധിക്കും. പക്ഷെ അത് താൽക്കാലികമായിരിക്കും. അത് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിത്യയുക്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാലേ അത് നിലനിർത്താൻ സാധിക്കും. അപ്പം ഒരു പ്രാവശ്യം ചെയ്തു, അതിന്റെ ഗുണഫലം അനുഭവിച്ചു കഴിയുമ്പോൾ വീണ്ടും പ്രശ്നത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാം, അല്ലേ? നമ്മൾ കൂടുതൽ സഹിക്കാൻ വയ്യാത്ത 50% ഈശ്വരന്റെ ദൈവാധീനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നതെങ്കിൽ ആ ദൈവാധീനത്തെ നിലനിർത്തുന്നതിന്, അധപ്പതിപ്പിക്കാതെ നിലനിർത്തുന്നതിനും ഒരു നിത്യയുക്തമായിട്ടുള്ള കർമ്മയോഗമുണ്ട്. അതിനെ അധപ്പതിപ്പിക്കാതിരിക്കാൻ നമ്മുടെ ശരീരമായാലും എല്ലാ മനസ്സും ഇന്ദ്രിയങ്ങളും ശക്തികളും ഒക്കെ മനുഷ്യന്റെ ശരീരത്തിലുള്ള ജീവിച്ചിരിക്കുമ്പം വലിയ പ്രശ്നമില്ലാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ ഈശ്വരൻ നിജപ്പെടുത്തി വെച്ചിരിക്കുന്ന 50% ശക്തിയെ അധപ്പതിപ്പിക്കാതെ, അഥവാ കുറയാതെ കാത്തു സംരക്ഷിക്കണം. അത് കുറയാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ താപത്രയങ്ങളും ബന്ധനത്രയങ്ങളൊക്കെ അനുഭവസ്ഥമാകുന്നത്. ദുഃഖത്തിന് കാരണമായി ഭവിക്കുന്നത് ഈശ്വരൻ തന്നിട്ടുള്ള അനുഗ്രഹം പോലും അധപ്പതിപ്പിക്കുന്ന അവസ്ഥയിലാണ്. നമ്മൾ അത് തന്നെ നിലനിർത്തിക്കൊണ്ടുപോയാൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ജീവിക്കാം. ഈ പറയുന്ന ഈശ്വരപ്രാപ്തിയിലേക്കൊന്നും എത്തിയില്ല, ഈശ്വര സാക്ഷാത്കാരത്തിലേക്കൊന്നും എത്തിയില്ല എങ്കിൽ തന്നെ അത് നിരീശ്വരവാദിയായാലും ഈശ്വരവാദിയായാലും വേണ്ടില്ല, നമുക്ക് കിട്ടിയിട്ടുള്ള ശക്തികളെ നിലനിർത്താൻ സാധിച്ചാൽ വലിയ പ്രശ്നമില്ലാതെ ജീവിക്കാം. അവിടെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പക്ഷപാതവും ഇല്ല. ഭക്തി ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ള ശക്തികളെ അതേപടി ബാലൻസ് ചെയ്ത് നിലനിർത്തുക, അത് അധപ്പതിപ്പിക്കാതിരിക്കുക. എങ്കിൽ ജീവിക്കുന്നിടത്തോളം കാലം വലിയ പ്രശ്നമില്ലാതെ ജീവിക്കാം. പക്ഷെ നമ്മുടെ കുഴപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ രജോ ഗുണവും തമോ ഗുണത്തിന്റെ സ്വഭാവ ആധിക്യം കൊണ്ട്, അത് പ്രകൃതിയാ ജനിക്കുമ്പോ തന്നെ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. സർവ പ്രകൃതി ജൈഗുണ, അതില്ലാതിരിക്കുന്ന പ്രശ്നമില്ല. അത് ഭഗവാന്റെ തന്നെ മായാശക്തിയാണ്. എന്നാ ഭഗവാനാണോ ഇത് ഉപയോഗിക്കുന്നത്? അല്ല, നമ്മളല്ലേ ഉപയോഗിക്കുന്നത്. ഭഗവാൻ മായാശക്തി കൊണ്ട് തന്നെ സത്വരജ തമോ ഗുണങ്ങൾ, 3 ഗുണങ്ങളും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും മനുഷ്യൻ ഉപയോഗിക്കുന്നത് ഏത് ഗുണമാണ്? പൊതുവേ ജീവിതാരങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് രജോ ഗുണം തമോ ഗുണം. സത്വഗുണത്തിലേക്ക് എത്തിയാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിവുണ്ടാകും. അപ്പൊ സത്വഗുണം ഏറ്റവും ക്വാണ്ടിറ്റി കുറവുമാണ്, രജോ ഗുണം അതിന്റെ ഇരട്ടി, അതിൽ കൂടുതൽ സത്വഗുണത്തിന്റെ 5 ഇരട്ടി തമോ ഗുണം. അപ്പൊ കൂടുതലും തമസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നു. കൂടുതൽ പ്രകൃതിയിൽ തന്നെ കൂടുതൽ തമസാണ്. കാരണം കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം തമസ. കാരണം അലസരായിട്ടിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക, അനങ്ങാതെ കാര്യങ്ങൾ നടക്കുക, കിടന്നുറങ്ങാൻ പറ്റുക, ഈ ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ ഈ തമോ ഗുണത്തിന്റെ ആധിക്യം പ്രകൃതിയിലുള്ളത് കൊണ്ട് നമ്മള് യഥാർത്ഥത്തിൽ അറിവ് പോലും ലഭിക്കാതെ, ഭൗതിക കാര്യങ്ങൾക്കുള്ള അറിവ് പോലും മന്ദബുദ്ധിയായിട്ട് പോകാനും കാരണം ഈ തമസിനെ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. നോക്കിയത് ഒരു ദിവസം തന്നെ ശ്രദ്ധിച്ചോളൂ, നമ്മൾ താമസിച്ചെണിച്ചാൽ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും താമസം വരും, അല്ലേ? ഏതെങ്കിലും ഒരു കാര്യത്തിന് താമസിച്ചാലോ പിന്നെ അന്നത്തെ കാര്യം മുഴുവൻ താമസം. അപ്പൊ തമോ ഗുണത്തിന്റെ ആധിക്യം കൊണ്ട് ആലസ്യവും അജ്ഞതയും കർമ്മത്തിൽ ശ്രേഷ്ഠത കൈവരുത്താനും സാധിക്കാതിരിക്കുക, ഭൗതിക കാര്യങ്ങൾക്ക് പോലും അത് യൂട്ടിലിറ്റി യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്താ രജോ ഗുണം? രജോ ഗുണത്തിന്റെ ഏറ്റവും വലിയ പ്രഭാവം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. കാമം, അതായത് ഒടുങ്ങിയാൽ എത്ര കിട്ടിയാലും പോരാത്ത ആഗ്രഹങ്ങൾ രജോ ഗുണത്തിൽ നിന്നുണ്ടാകും. അത് സാധിച്ചില്ലെങ്കിൽ രജോ ഗുണത്തിൽ തന്നെ ഉള്ളത് ആ കാമവും ക്രോധവും. അത് ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. ആഗ്രഹങ്ങൾ സാധിക്കാന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് എന്തായിരിക്കും? ക്രോധം. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്, രജോ ഗുണവും തമോ ഗുണം. ഇതിന്റെ ആധിക്യം കൊണ്ട് ഈശ്വരൻ തന്നിരിക്കുന്ന ശക്തികളെ പോലും മനസ്സിലാക്കാതെ അതിനെ ദുർവിനിയോഗം ചെയ്ത് അതിനെ അധപ്പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒഴിഞ്ഞാ തീരാത്ത, എത്രയൊക്കെ ബാധയായിട്ട് കൂടിയിരിക്കുന്ന ഈ ആധ്യാത്മിക ദുഃഖവും ആദി ദൈവിക ദുഃഖവും ആദി ഭൗതിക ദുഃഖവും 3 തരത്തിലുള്ള ദുഃഖങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന ബന്ധനങ്ങളായിട്ട് പരിണമിക്കുന്നതും, ഈ താപത്രയങ്ങൾ മുങ്ങിപ്പൊങ്ങാനും ഇടവരുന്നതും, സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയാതെ പോകുന്നതും
ഈ ഒരൊറ്റ പ്രഭാവം കൊണ്ടാണെന്നർത്ഥം. ഇനി ഭക്തി ഇല്ലാത്തവർ ഇതൊന്നും മനസ്സിലാക്കാതെ പ്രവർത്തിക്കും. ഭക്തി ഉള്ളവരെങ്കിലും ഈ 50% ഈശ്വരന്റെ ശക്തികൾ എന്തൊക്കെയാണെന്ന് തന്റെ ശരീരത്ത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ജനിച്ചപ്പോൾ തന്നെ കിട്ടിയിട്ടുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അത് അതപ്പതിപ്പിക്കാതെ സൂക്ഷിച്ചാൽ തന്നെ വലിയ പ്രശ്നമില്ലാതെ ജീവിക്കാം. അതിനൊരു വേദവും ഈ പറയുന്ന ശാസ്ത്രവും ഒന്നും പഠിക്കണമെന്നില്ല. നമ്മുടെ ശരീരത്തുള്ള ശക്തികളെ പറ്റി അവബോധം ഉണ്ടാക്കുക, അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ആദ്യം പഠിക്കുക. അപ്പൊ വേദങ്ങളിൽ പഠിച്ചാലും നമ്മുടെ ആത്മാവും അതാണ്, ആത്മാവും ബ്രഹ്മമാണ്, പ്രാണനും ബ്രഹ്മമാണ്, പഞ്ചേന്ദ്രിയ ശക്തികൾ ബ്രഹ്മമാണ്. എല്ലാം എന്താണ് ബ്രഹ്മമല്ലാത്തത് എന്ന് വേദത്തിൽ പറയുന്നില്ലല്ലോ. എല്ലാം ബ്രഹ്മമാണ്, ബ്രഹ്മമാണ് എന്നാണ് അവസാനം കൊണ്ട് എത്തിക്കുന്ന അഹം ബ്രഹ്മാസ്മി അല്ലെ, ഇല്ലേ തത്വമസി. അപ്പൊ ഈ വേദങ്ങളെ കൊണ്ട് വേദവൈദിക കർമ്മങ്ങളിലൂടെ ശാസ്ത്രങ്ങൾ പഠിച്ച് പുരാണങ്ങളായിക്കോട്ടെ, വേദങ്ങളായിക്കോട്ടെ, ഉപനിഷത്തുകളായിക്കോട്ടെ, ഏത് സഹസ്രനാമങ്ങളായിക്കോട്ടെ, നാമജപങ്ങളായിക്കോട്ടെ, ഈ നിത്യയുക്തമായിട്ട് ചെയ്യേണ്ടതാക യോഗ സാധനങ്ങൾ, നൈമിത്യ കർമ്മങ്ങൾ എന്ന് പറയുന്നതെല്ലാം ആത്മശുദ്ധീകരണത്തിന് അല്ലെങ്കിൽ അന്ധകരണ ശുദ്ധിക്കുള്ള മാർഗം മാത്രമാണ്. അത് പൂജകളായിക്കോട്ടെ, ഹോമങ്ങളായിക്കോട്ടെ, ജപമായിക്കോട്ടെ, എന്തൊക്കെയാണെങ്കിലും വേണ്ടില്ല, വേദവൈദിക കർമ്മങ്ങളിലൂടെ നമുക്ക് നിത്യസാധന, ആചാരാനുഷ്ഠാനങ്ങൾ, ശാസ്ത്രോക്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ ഭഗവാൻ പറയുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം അതുകൊണ്ട് അന്ധകരണ ശുദ്ധി ഉണ്ടാക്കണം. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ, മത്സരിക്കാൻ വേണ്ടിയിട്ടോ, തന്റെ കേമത്തം കാണിക്കാൻ വേണ്ടിയിട്ടോ ഇതിനെയൊന്നും ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ അതൊക്കെ നമുക്ക് അന്ധകരണ ശുദ്ധി ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, വീണ്ടും ജന്മ അനുജന്മങ്ങൾക്ക് കാരണമായിട്ട് സംസാര ബന്ധനം, കർമ്മബന്ധനത്തിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് നിഷ്കാമകർമ്മം ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഈശ്വരപ്രാപ്തി വേണമെന്ന ആഗ്രഹമുള്ളവർ ഈ ഭക്തിമാർഗത്തിൽ പോലും ഈ തരത്തിലുള്ള കർമ്മയോഗം അനുഷ്ഠിച്ചാൽ അത് ബന്ധന കാരണങ്ങളായിട്ട് മാറി ഭവിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, നാ വേദയജ്ഞാധ്യായ അന്നദാനൈ നാ ചാക്രിയ നാ തപോപിരുഗ്രൈ ഏവം രൂപശക്യം അഹം നിർലോക ദൃഷ്ടം ത്വദന്യേന കുരുപ്രവീര. ഗുരുശ്രേഷ്ഠനായ അർജുന, മനുഷ്യലോകത്തിൽ നീ ഒഴിച്ച് മറ്റാർക്കും വേദങ്ങൾ, യജ്ഞങ്ങൾ, സ്വാധ്യായം എന്നിവ കൊണ്ട് ഇപ്രകാരമുള്ള രൂപത്തോടു കൂടി എന്നെ കാണുക സാധ്യമല്ല. ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിരുന്ന അർജുനു പോലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാൻ അർജുനിൽ പ്രസാദിച്ചിട്ട് ആ ദിവ്യദൃഷ്ടി, മനക്കണ്ണ് തുറന്നു കൊടുത്തപ്പോഴാണ് ഭഗവാന് അർജുന് ഈ ഭഗവാന്റെ യഥാർത്ഥ രൂപം കാണാൻ സാധിച്ചത്. ഇനി ഇതിനു മുമ്പിൽ എത്രയോ നല്ല കാര്യങ്ങൾ അർജുനൻ ചെയ്തിരിക്കുന്നു. ശാസ്ത്രോക്തങ്ങളായിക്കോട്ടെ, വേദശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അസ്ത്രശസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്, എല്ലാവിധ കാര്യങ്ങളും ഗുരുകുലത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും ചെയ്തിട്ടും ഇത്രയൊക്കെ ആത്മബോധം ഉണ്ടാക്കിയിട്ടും സാധാരണ കണ്ണുകളെ കൊണ്ട് നിനക്ക് കാണാൻ പറ്റില്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. ഭഗവാന്റെ അനുഗ്രഹം, എനിക്ക് അതിന് യോഗ്യത ഉണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരാനേ അർജുനൻ ആവശ്യപ്പെട്ടു. അവിടെയും ഭഗവാനിൽ നിന്ന് അറിവ് നേടാൻ തന്നെ അർജുനൻ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞു നോർക്കണം. നാകാംക്ഷേ വിജയം കൃഷ്ണാനരജാജ്യം സുഖാനിജ കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈ ജീവിതേനവാം. ഈ പറയുന്ന ഭൗതിക നേട്ടങ്ങളാണ് വേദവൈദിക കർമ്മങ്ങളിലൂടെ, ദാനാദി യജ്ഞദാന കർമ്മങ്ങളിലൂടെ കിട്ടുന്നത്. ഇഷ്ടഭോഗങ്ങളെ കിട്ടിയാൽ എന്റെ എന്ന് പറഞ്ഞ് എടുത്തു വെക്കരുത് എന്നൊക്കെ എത്ര ശ്രേഷ്ഠമായ ഉപദേശം ആത്യന്തികമായി. നമ്മളിത് കാണാപ്പാടം പഠിക്കുന്ന പോലെ ഈ ഗീതയൊക്കെ ഇങ്ങനെ പഠിച്ച് ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ പോകും, ഇല്ലേ? ഇതേ കാര്യങ്ങൾ തന്നെ ഭാഗവതം പറയുന്നതും നാരായണീയം പറയുന്നതും. നമ്മുടെ പൂർവികരായിട്ടുള്ള ആരൊക്കെ വിദ്വാൻമാരായിട്ട് മാറിയിട്ടുണ്ടോ ഈ ശാസ്ത്രത്തിലേക്ക് എത്തുന്നതാണ് നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കി തരുന്ന രീതിയിൽ, ലളിതമായ രീതിയിൽ പറഞ്ഞ് നമ്മുടെ മുമ്പിൽ ഒരു വായനശാല തന്നെയുണ്ട്, ഇല്ലേ? പക്ഷെ പിന്നെ നമ്മൾ ഈ കർമ്മങ്ങളിൽ യജ്ഞവും ദാനവും കർമ്മവും ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ട് അതാണ് ശ്രേഷ്ഠം എന്ന് കരുതി അതിൻ്റെ പിന്നാലെ കേമത്തം കാണിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ തന്നെ എൻ്റെ പേര് അവിടെ എഴുതി വെക്കണം, എൻ്റെ പേരിൽ വേണം അത് ചെയ്യാൻ, പേര് തെറ്റിച്ചാൽ അതിന് വഴക്കുണ്ടാക്കുന്നവരുണ്ട്. ഇങ്ങനെ എന്തൊക്കെ കർമ്മങ്ങൾ, ഏതൊക്കെ തരത്തിലാണ് ഇതൊക്കെ? എന്തൊക്കെ ചെയ്താലും വേണ്ടില്ല, ഭഗവാന്റെ യഥാർത്ഥ യമനിയമങ്ങളിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഭഗവാനെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല.
ഭഗവാനെ പ്രസാദിപ്പിക്കണം എങ്ങനെയാണ് ഇതിലേക്ക് എത്തേണ്ടത് എന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അനന്യഭക്തി, ഏകാന്ത ഭക്തി, അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ സന്തോഷിപ്പിക്കലാണ് ഒരു മനുഷ്യ ജന്മത്തിന്റെ ഏറ്റവും വലിയ പരമമായ ധർമ്മം. ബാക്കി ആരെ സന്തോഷിപ്പിച്ചാലും അത് ശാശ്വതമല്ല. അതേസമയം ഭഗവാനെ പ്രസാദിപ്പിച്ചാലോ, അതിന് ഈ പറയുന്ന വേദയജ്ഞങ്ങളെ കൊണ്ടോ യാഗങ്ങളെ കൊണ്ടോ പൂജകളെ കൊണ്ടോ ഒന്നും ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധ്യമല്ല. നമ്മുടെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറയുന്നത്. ഇതൊന്നും ഉപേക്ഷിക്കേണ്ട, ഇതൊന്നും എന്താ പറഞ്ഞ വിരുദ്ധമായ കർമ്മങ്ങളോ അതിനെയൊന്നും നിഷേധിക്കലല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ടൊന്നും ഭഗവാനെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. നമ്മുടെ കേമത്തം കാണിക്കാൻ സാധിക്കും, ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് പറയാൻ സാധിക്കും, മറ്റുള്ള മുമ്പിൽ ആളാകാൻ സാധിക്കും. അതിൽ നിന്ന് ഒരിക്കലും പിന്നെ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിഷ്കാമ കർമ്മമായിട്ട് ചെയ്താൽ അതിൽ നിന്ന് ഏറ്റവും വലിയ ഫലം ഉണ്ടാക്കുന്നത് അന്ധകരണ ശുദ്ധി. ആ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടായിരിക്കണം ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത്. അല്ലാതെ ഭഗവാനെ ഇതും കൊണ്ടൊന്നും സന്തോഷിപ്പിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. നമ്മുടെ പ്രാക്ടിക്കലി നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ആത്മതലത്തിൽ ഉള്ളതായ ഈ മനോമാലിന്യങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യാൻ പറയുന്നത്. അത് ഭൗതികമായിക്കോട്ടെ ആധ്യാത്മികമായിക്കോട്ടെ, വേദവൈദിക കർമ്മങ്ങളായിക്കോട്ടെ, ശാസ്ത്രോക്തങ്ങളായ കർമ്മങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആത്മശുദ്ധീകരണം, ഇല്ലെങ്കിൽ ആത്മശുദ്ധീകരണം സംഭവിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ആത്മശക്തി ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴേ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ആത്മബോധം ഉണരുകയുള്ളൂ. അത് മാലിന്യങ്ങളെ കൊണ്ട് മൂടി വച്ചിരിക്കുന്ന ആത്മശക്തിയെ ശുദ്ധീകരിച്ച് പരമമായ ആ ആത്മാവിനെ പ്രകടമാക്കി നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം തയ്യാറാക്കുന്നതിനാണ് ഈ ശാസ്ത്രോക്തങ്ങളുള്ള ആചാരാനുഷ്ഠാനങ്ങളെല്ലാം. ആത്മയോഗത്തിലേക്ക്, അവിടെയാണ് ഭഗവാൻ തന്നെ പറയും ദർശിതം ആത്മയോഗാൽ. ഭഗവാനെ ദർശിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആത്മയോഗത്തിലേക്ക് എത്തുന്നവർക്കേ സാധിക്കൂ. അതിന് അന്ധകരണ ശുദ്ധി മസ്റ്റാണ്. ആ അന്ധകരണ ശുദ്ധി ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന പരമാത്മ ദർശനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രോക്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ. ക്രിയായോഗം എന്ന് പറയുന്ന കാര്യം രാമായണത്തിലായാലും ഭാഗവതത്തിലായാലും ഗീതയിലായാലും പറയുന്നുണ്ടെങ്കിൽ കർമ്മയോഗം അനുഷ്ഠിക്കേണ്ടത് എന്തിനാണ് എന്ന് ആദ്യമായിട്ടും അറിയാനും ഭഗവത് പ്രാപ്തിക്ക് ആവശ്യമായ കർമ്മങ്ങളെയാണ് യഥാർത്ഥ കർമ്മയോഗം എന്ന് പറയാം. അല്ലാതെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതൊക്കെ കർമ്മയോഗമാണെന്ന് ധരിക്കണ്ട. എത്ര കാലം ഈ കർമ്മയോഗം ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരിക്കലും ഈശ്വരപ്രാപ്തി സാധ്യമല്ല. അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ആത്മശുദ്ധി വരുന്നത് വരെ കർമ്മയോഗത്തിന്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. പിന്നെ സായൂജ്യത്തിൽ നിന്ന് സാരൂപ്യത്തിൽ നിന്നും സായുജ്യത്തിലേക്ക് എത്തും. ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃത്യാ തന്നെ നമ്മൾ ഭഗവാനിലേക്ക് പോയി ചേർന്നോളും. നമ്മളത് ആഗ്രഹിക്കുക പോലും വേണ്ട, പ്രകൃത്യാ തന്നെ സംഭവിക്കും. അപ്പൊ അതിനുള്ള പക്വത വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൗതിക പ്രകടന ഭക്തി കൊണ്ടും പ്രത്യക്ഷ ഭക്തി കൊണ്ടും ഒന്നും സാധ്യമല്ല എന്ന് ആത്യന്തികമായിട്ട് ഇത് കേൾക്കുന്നവരെങ്കിലും മനസ്സിലാക്കുക. എത്ര പറഞ്ഞാലും കാര്യമൊന്നുമില്ല, പിന്നെ ഇതിലൊക്കെ തന്നെ കുടുങ്ങും അല്ലേ. എത്രയൊക്കെ പറഞ്ഞു കേട്ടാലും പറയില്ല. ആരെങ്കിലും പറയണ അതാണ് ശ്രേഷ്ഠം എന്ന് പറയുമ്പോഴത്തേന് എൻ്റെ പിന്നാലെ പോകും അല്ലേ. അത് ഇന്നത് ചെയ്തില്ലെങ്കിൽ ശിക്ഷ കിട്ടുമെന്ന് പറയുന്നവരുണ്ട്. അതൊക്കെ കേട്ടിട്ട് ആകെ പരിഭ്രാന്തരായിട്ട് ചുറ്റിത്തിരിയല്ലാതെ നിഷ്കാമ കർമ്മങ്ങൾ ചെയ്യുക. ഒരു ശാസ്ത്രവും ഒരു പാണ്ഡിത്യവും ഇല്ലെങ്കിലും വേണ്ടില്ല, ഫലേച്ഛ ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളെയാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. അത് ഭൗതിക കാര്യങ്ങളായാലും വേണ്ടില്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് ഇന്നത് കിട്ടണം, ഇന്നതൊക്കെ ഫലം, ഈശ്വരപ്രാപ്തി പോലും നിങ്ങൾ ആഗ്രഹിക്കേണ്ടെന്നർത്ഥം. ഓട്ടോമാറ്റിക്കായിട്ട് ഫലേച്ഛയില്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി, നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചുള്ള കർമ്മം, നിങ്ങളുടെ കഴിവനുസരിച്ചുള്ള കർമ്മം നിങ്ങൾ പരമശുദ്ധമായിട്ട് ചെയ്യുക, നിഷ്കളങ്ക ഭാവത്തിൽ ചെയ്യുക. അതിൽ നിന്ന് ഈശ്വരപ്രാപ്തിയിലേക്ക് തന്നെ എത്തും, യാതൊരു സംശയവും വേണ്ട. അതിനു വേണ്ടിയിട്ട് ഒരു കോളേജിൽ പോയിട്ട് ഇല്ലേ വിദ്വാൻ പാസ്സാകുമൊന്നും വേണ്ട, ഒരു പാണ്ഡിത്യവും വേണ്ട. ലളിതമായ രീതിയിൽ ഒരു മനുഷ്യജന്മം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, അതിലൂടെ ഏത് കർമ്മം നിങ്ങൾ അടുക്കളയിൽ പോയി ചെയ്യുന്നതായിക്കോട്ടെ, തൊടികളിൽ ചെയ്യുന്നതായിക്കോട്ടെ, ഏത് കാര്യത്തിന് ചെയ്യുന്നതായിക്കോട്ടെ, അതൊക്കെ വെറുതെ
ചെയ്യുക. അതായത് ഫലേച്ഛയില്ലാതെ അർപ്പണബോധത്തോട് ചെയ്യുക. ഞാൻ ഇതൊക്കെ ചെയ്യണമല്ലോ, ഇങ്ങനെയുള്ള ഭാവമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ അസുരിഭാവവും അഹങ്കാരമൊക്കെ വരുന്നർത്ഥം. അപ്പം നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കില്ലല്ലോ. ചെയ്യാതെ ജീവിക്കാൻ ജനിച്ചാൽ മരണം വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ ജീവിക്കാനൊന്നും സാധ്യമല്ല. അത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവനവന് വേണ്ടി ചെയ്താലും അത് മറ്റുള്ളവർക്ക് കൂടി ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കും കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിലായിട്ട് മാറും. അത് ഫലേച്ഛയില്ലാതെ എനിക്ക് മാത്രമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്താലും വേണ്ടില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഒരു കർമ്മമായിട്ട്. കാരണം പ്രകൃതിയുടെ സ്വഭാവം അതാ. പ്രകൃതിയെ ആശ്രയിക്കാതെ ഓരോരുത്തരും ഒരു ജീവിക്കും ഒന്നും ഒരു നിമിഷം പോലും പ്രവർത്തിക്കാൻ സാധ്യമല്ല. അപ്പൊ ആ പ്രവർത്തിക്കുന്നതൊക്കെ നിഷ്കാമകർമ്മമായിട്ട് തന്റെ ആഗ്രഹങ്ങൾ, തന്റെ ഇഷ്ടങ്ങളെ മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിച്ചുകൊണ്ട് അർപ്പണബോധത്തോടെ ഏത് കർമ്മം ചെയ്താലും വേണ്ടില്ല, അതൊക്കെ അന്ധകരണ ശുദ്ധിക്ക് ഉതകുന്നതാണ്. ഇനി വേദശാസ്ത്രമോ ഉപനിഷത്തുകളോ പുരാണങ്ങളോ ഒക്കെ വായിച്ചിട്ട് അതനുസരിച്ചുള്ള ആചാരാനുഷ്ഠാന ശാസ്ത്രോക്തങ്ങളായ കർമ്മങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ചെയ്യാൻ സാധിച്ചാൽ തന്നെ അതും ഇതേ ലക്ഷ്യത്തിലായിരിക്കണം ചെയ്യുന്നത്. ഞാൻ ശാസ്ത്രം പഠിച്ചു, അത് പഠിച്ചു, ഇത് പഠിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴും അവിടെയും നിഷ്കാമകർമ്മം അന്ധകരണ ശുദ്ധിക്ക് ഉതകണം എന്നുണ്ടെങ്കിൽ ആ പഠിച്ച ശാസ്ത്രങ്ങളെ പോലും അനുസരിക്കുന്നത് ഫലേച്ഛയില്ലാതെ ചെയ്യണം. അതിഞ്ഞി തന്ത്രി ആയിക്കോട്ടെ, മേശാന്തി ആയിക്കോട്ടെ, എത്ര ശ്രേഷ്ഠമായ കുലത്തിൽ ജനിച്ചവരായിക്കോട്ടെ, സ്ത്രീയോ പുരുഷനോ വൈശ്യനോ ശൂദ്രനോ ഏത് കുലത്തിൽ മനുഷ്യ ജന്മത്തിൽ ജനിച്ചവരെല്ലാം ഈ ഒരു മാർഗത്തിലൂടെ മാത്രമേ അന്ധകരണ ശുദ്ധി വരികയുള്ളൂ. ഇനി ശാസ്ത്രം പഠിക്കാൻ സാധിച്ചില്ല, എനിക്കിതൊന്നും അറിയില്ല, അതിനുള്ള കഴിവില്ല എന്ന് ദുഃഖിക്കുന്നവർ പോലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിസ്വാർത്ഥമായ സേവനമായിട്ട് നിഷ്കളങ്ക ഭാവത്തിൽ അത് അർപ്പണബോധത്തോടെ ചെയ്യുക. ഒന്നും ചെയ്യാതിരിക്കരുത്. വെറുതെ അതും ഇതും ആലോചിച്ച് അയ്യോ എനിക്കത് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിരുന്ന മിഥ്യാചാരമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മഹാപാപമാണ്. ഇത്ര ശ്രേഷ്ഠമായ 11 ഇന്ദ്രിയങ്ങളും ശരീരത്തുള്ള ശക്തികളും ഈശ്വരന്റെ ശക്തിയും ഒക്കെ തന്നിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ആർക്കും പ്രയോജനപ്പെടില്ല. അവനവനും പ്രയോജനപ്പെടില്ല, മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്താത്ത കാര്യത്തെയാണ് മിഥ്യാചാരം എന്ന് പറയാ. അതുകൊണ്ട് അവനവന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ അത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടും, യാതൊരു സംശയവുമില്ല. കാരണം പ്രകൃതിയുള്ള സ്വഭാവം അതാണ്. ഇപ്പൊ സൂര്യൻ ഉദിക്കുന്നത് സൂര്യന്റെ ഡ്യൂട്ടി ആണെങ്കിലും അത് ഉദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം ഓട്ടോമാറ്റിക്കായി പ്രയോജനം ചെയ്യുന്നത് പോലെ അത് പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ അത് തന്മാത്ര രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ പോലും ഈശ്വരീയമായ ഗുണങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മളൊന്നും ചെയ്യില്ല എന്ന് അനങ്ങാതിരുന്നാൽ പോലും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളും ഹൃദയമിടിപ്പും അംഗപ്രത്യങ്ങളും ഒക്കെ എത്ര കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിലെന്തായാലും നമ്മുടെയൊക്കെ ശക്തി കൊണ്ട് തന്നെ ഇല്ലേ, നമ്മുടെ കഴിവുകൾ കൊണ്ട്, ആധുനിക ടെക്നോളജി കൊണ്ട് അതിനൊക്കെ ഇന്റർഫെയർ ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കുവോ? നടക്കില്ലല്ലോ. അതാണ് പ്രകൃതി ഗുണ എന്ന് പറഞ്ഞ, സർവ്വ പ്രകൃതി ജൈഗുണ എന്ന് പറഞ്ഞാൽ പ്രകൃത്യാ തന്നെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിനെയൊക്കെ ദുർവിനിയോഗം ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പൊതുവെ മനുഷ്യനെല്ലാം ഈ പ്രകൃതി ശക്തികളെ, പ്രകൃതിയുടെ ഗുണങ്ങളെ ഒക്കെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുക. അത് ശാശ്വതമായിട്ട് നിലനിൽക്കില്ല, തന്റെ തന്നെ നാശത്തിന് ഉതകുന്നതാണെന്ന് കൃത്യമായിട്ട് ഈശ്വരന്മാരും ദേവർഷികളും ഈ പറയുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിദ്വാൻമാരായിട്ടുള്ളവരെല്ലാം നമുക്ക് മാർഗദർശനം നൽകുന്നുണ്ട്. ഭഗവാനും അത് തന്നെയല്ലേ ഗീതയിൽ പറയുന്നത്. അവനവനും പ്രയോജനപ്പെടുത്താതെ മറ്റുള്ളവർക്കും പ്രയോജനമില്ലാതെ എന്തിനിങ്ങനെ ജീവിതം വ്യർത്ഥമാക്കുന്നു? അപ്പൊ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ജനിച്ചാൽ മരണം വരെ എല്ലാവരും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്താൽ അതാണ് ഏറ്റവും അന്ധകരണ ശുദ്ധിക്ക് ഉതകുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ മറ്റൊരാളെ ഒരു കാരണവശാലും വേദനിപ്പിച്ചിട്ട് ഒരു കാര്യം നടപ്പാക്കാൻ ശ്രമിക്കരുത്. അതൊക്കെ പ്രശ്നങ്ങളാവും, അതൊക്കെ ബന്ധനത്തിനാവും. കാരണം സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. നമ്മള് എന്ത് കാര്യം ചെയ്താലും ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും പരോപകാരാർത്ഥമായിരിക്കണം. പക്ഷെ ആ ചെയ്യുന്ന കർമ്മങ്ങൾ പോലും മറ്റുള്ളവരെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ബാധിക്കുന്നതോ അവരെ ദുഃഖിപ്പിക്കുന്നതോ ഒരു വിഭാഗത്തെ പോലും ദുഃഖിപ്പിക്കുന്ന ആകരുത്. കോമൺ എഫക്റ്റ് ആയിരിക്കണം. എന്ത് കാര്യം, പൊതുവായ കാര്യം ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കണം ചെയ്യുന്നതെന്നർത്ഥം. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ ആർക്ക് വേണേലും കേട്ടാൽ അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ചെയ്യും. അത് കേൾക്കുന്നവർക്ക്. ഇതുകൊണ്ട് മറ്റാർക്കെങ്കിലും വേദന ഉണ്ടാക്കുന്നുണ്ടോ?
ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ബുദ്ധിമുട്ടുള്ളവர்கள் ഇത് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു, ഇത് കേൾക്കണ്ടെന്ന് വെച്ചാൽ മതി, എത്രേ ഉള്ളൂ. അവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇത് കമ്പൽസറി ആരെ അടിച്ചേൽപ്പിക്കാനോ അത് അത് പറഞ്ഞ് നിർബന്ധിച്ച് നിങ്ങൾ ഇതൊക്കെ പഠിക്കണം, ചൊല്ലണം, കേൾക്കണം എന്നൊക്കെ ഞാൻ നിർബന്ധം പിടിച്ചാലാണിത് നിങ്ങളെ വേദനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക. ഇത് പഠിച്ചിട്ട് ഇത്ര ദിവസം എന്നെ ചൊല്ലി കേൾപ്പിക്കണം, അല്ലാത്തവരെ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരിക്കും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക. നിങ്ങൾക്ക് ഭഗവാൻ തന്നെ പറഞ്ഞത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും യഥായിച്ച തഥാ ഗുരു എന്നാ പറഞ്ഞേക്കണേ. ഒരു കാര്യത്തിലും നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. അവരവരുടെ സ്വഭാവം അനുസരിച്ച് അവരെത്രയൊക്കെ നിർബന്ധിച്ചാലും എത്രയൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ക്ലാസ് നടത്തിയാലും അവരവരുടെ സ്വഭാവം അനുസരിച്ച് സ്വഭാവസ്തു പ്രവർത്തത എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന അന്ധകരണ ശുദ്ധിയായിരിക്കണം കർമ്മയോഗത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. അതിനുകുന്ന കർമ്മത്തെ അറിഞ്ഞ് ചെയ്യലാണ് കർമ്മത്തെ അറിയൽ എന്ന് പറയുന്നത്. അപ്പം വേദശാസ്ത്രങ്ങളോ ഉപനിഷത്തുകളോ പുരാണങ്ങളോ സത്സംഗങ്ങളോ എന്തൊക്കെ ചെയ്താലും വേണ്ടില്ല, ജപതപാദികളോ യോഗസാധനകളോ എന്തൊക്കെ ചെയ്താലും അവരവരുടെ ആ അന്ധകരണ ശുദ്ധിയെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് ഭഗവാന്റെ സാമീപ്യവും സാരൂപ്യവും സായുജ്യവും സാധ്യമാകൂ. അന്ധകരണ ശുദ്ധി വരാതെ ആത്മയോഗം സാധ്യമല്ല, ആത്മബോധം ഉണ്ടാകില്ല. അപ്പോൾ മാത്രമേ ആത്മദർശനം സാധ്യമാകൂ. ആത്മദർശനത്തിൽ അവനവന്റെ ആത്മാവിനെ പറ്റി മനസ്സിലാക്കാതെ പരമാത്മാവിനെ പറ്റി എങ്ങനെ ദർശിക്കും, എങ്ങനെ മനസ്സിലാക്കും? ദർശിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നർത്ഥം, അല്ലാതെ പ്രത്യക്ഷത്തിൽ നമ്മൾ ഇൻസൈറ്റിലൂടെ കാണുക എന്നല്ല അർത്ഥം. നമ്മുടെ മനക്കണ്ണിലൂടെ ഭഗവാനെ കാണാൻ സാധിക്കും. അതിന് മനസ്സ് ശുദ്ധമാകണം. മനസ്സ് ശുദ്ധമായാൽ അത് അന്ധകരണ ശുദ്ധിയാണ്. അപ്പൊ അതുകൊണ്ട് യജ്ഞദാന തപസ്സുകൾ നിഷ്പ്രയോജനം എന്നല്ല പറയുന്നത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്, തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. ഈ പറയുന്ന കർമ്മങ്ങളെല്ലാം അന്ധകരണ ശുദ്ധിക്ക് ഉപായങ്ങൾ മാത്രമാണ്. അത് ക്ഷേത്രദർശനമായിക്കോട്ടെ, ജപതപാദികളായിക്കോട്ടെ, നാമസങ്കീർത്തനമായിക്കോട്ടെ, ഈ വേദവൈദിക കർമ്മങ്ങളിൽ യജ്ഞങ്ങളോ യാഗങ്ങളോ പൂജകളോ ദാനങ്ങളോ ഹോമങ്ങളോ ഒക്കെ ആയിക്കോട്ടെ, ഇതെല്ലാം കേവലം അന്ധകരണ ശുദ്ധിക്കുള്ളതാണെന്ന് മാത്രം മനസ്സിലാക്കണം. അവയെ ലക്ഷ്യമെന്ന് കരുതിയാൽ ആത്മാനുഭൂതി ലഭിക്കുക. അതല്ല ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും ആത്മാനുഭൂതി, ആത്മാനന്ദം അനുഭവിക്കാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കില്ല. ഇനി സന്യാസി ആയാൽ പോലും സാധ്യമല്ല. മാധേ വേദാമാംസ വിമൂഢഭാവ ദൃഷ്ട്വാ രൂപം ഘോരമി അമേദം വ്യാപേദപി പ്രീതമാനഃപുനസ്തം തദ്ദേവമേ രൂപം ഇതം പ്രവശ്യ. ഈ വിധം ഘോരമായിരിക്കുന്ന എന്റെ വിശ്വരൂപത്തെ കണ്ടിട്ട് നീ ഭയപ്പെടേണ്ട, വ്യാമോഹിക്കുകയും വേണ്ട. നിർഭയനും സന്തുഷ്ടനുമായി എന്റെ ഈ പൂർവ്വരൂപത്തെ തന്നെ വീണ്ടും നീ കണ്ടുകൊള്ളുക. അതായത് ഈശ്വരനെ പറ്റി ഒരു കാരണവശാലും, അത് നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും, ഈശ്വരനെ പറ്റി ഒരിക്കലും നമ്മൾ ഭയപ്പെടരുത്. ഈശ്വരൻ ഒരിക്കലും ആരെയും ഭയപ്പെടുത്തുന്ന പ്രശ്നമില്ല. അത് അന്ധകരണ ശുദ്ധി ഇല്ലാത്തതിന്റെ അവിദ്യാദി ദോഷങ്ങളാണ് നമ്മൾ ഈശ്വരനെ കൊണ്ട് ഭയപ്പെടുന്നത്. അത് ദേവിയായാലും ശിവനായാലും ഏത് രൂപത്തിൽ ഇഷ്ടത്തെ യോ യോ യാം യാം തനു ഭക്തക, ഏത് രൂപത്തിലുള്ള ദേവനെയോ ദേവിയോ നിങ്ങൾ ഭജിക്കുന്നുണ്ടെങ്കിലും ഒരു ദേവന്മാരും സാത്വിക സ്വഭാവത്തോടു കൂടിയ ഒരു ദേവന്മാരെയും ദേവിമാരെയും ഒരിക്കലും ഭയപ്പെടരുത്, ഭയപ്പെടേണ്ടതില്ല. അത് അന്ധകരണ ശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഭയപ്പെടുന്നത്. അതുകൊണ്ട് ഭഗവാൻ തന്നെ പറയുന്നു, എന്റെ ഈ രൂപത്തെ ഒന്നും കണ്ടിട്ട് നീ ഭയപ്പെടുകയൊന്നും വേണ്ട, അതുകൊണ്ട് വ്യാമോഹിക്കുകയും വേണ്ട. ഈ സംശയമുള്ളപ്പോഴായി ഭയപ്പാടൊക്കെ ഉണ്ടാവുക. വ്യർത്ഥമായ മോഹങ്ങളെ കൊണ്ടാണ് സംശയം ഉദിക്കുന്നത്. അപ്പൊ അത് രണ്ടും ഇല്ലാതെയാകണം. നിർഭയനും സന്തുഷ്ടനുമായിട്ട് എൻ്റെ ആ പൂർവ്വരൂപത്തെ തന്നെ വീണ്ടും നീ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അർജുനെ ആദ്യം ശ്രീകൃഷ്ണന്റെ രൂപത്തിൽ നിന്ന് ചതുർബാഹു രൂപത്തിലേക്ക് ഗുരുവായൂരപ്പന്റെ രൂപം ധരിച്ചു. ആ രൂപത്തിലേക്ക് തന്നെ ഭഗവാൻ തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് സഞ്ജയൻ പറഞ്ഞു തരുന്നുണ്ട് അടുത്ത ശ്ലോകത്തില്. അപ്പം നമ്മൾ ഒരിക്കലും ഒരു ഈശ്വരന്മാരും ആരെയും ശിക്ഷിക്കില്ല.
പിന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കൃത്യമായിട്ട് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പൂർവികർ തന്നെ ചില ശിക്ഷ ഒക്കെ അങ്ങനെ ശിക്ഷിക്കും ഇങ്ങനെ ശിക്ഷിക്കും തലയിൽ ഇടുത്തി വീഴുന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതൊക്കെ നമ്മളെ യഥാർത്ഥ മാർഗത്തിൽ നയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ കുട്ടികളെ തന്നെ ചീത്ത പറഞ്ഞാൽ നമ്മൾ ചീത്ത പറഞ്ഞു എന്ന് പറയുന്നതല്ലാതെ എന്തിനാണ് ചീത്ത പറഞ്ഞത്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് അവർക്കൊട്ട് മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് നിരന്തരം ചീത്ത പറയുകയും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന വിധത്തിൽ അച്ഛനും അമ്മയും പെരുമാറിയാൽ ആരാണോ പെരുമാറുന്നത് അവരോട് കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. അവര് കണ്ടാൽ തന്നെ ഭയപ്പെടും. ഇല്ലേ? ഇതൊക്കെയാണ് നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാനില്ലേ പൂർവികരായിട്ട് ഇങ്ങനെ മാർഗദർശനം നൽകിയിരിക്കുന്നത്. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ അക്ഷരം തന്നെ ഏതെങ്കിലും മന്ത്രം ജപിക്കുമ്പോൾ അക്ഷരം തന്നെ തെറ്റിച്ചാൽ നിങ്ങളെ തലയിൽ എടുത്തി വീഴുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് നമ്മളത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചിട്ട് ഒരിക്കലും ഒരു ഈശ്വരനും ഒരാളുടെ തലയിലും മന്ത്രം തെറ്റിയെന്ന് പറഞ്ഞിട്ട് ഒരു ശിക്ഷ ഇന്ന് വരെ നടപ്പാക്കിയിട്ടില്ല. ഈശ്വരന്മാർ ഒരിക്കലും നടപ്പാക്കുകയുമില്ല. കാരണം ഒരിക്കലും ശിക്ഷിക്കാതെ എപ്പോഴും പ്രസന്നചിത്തനായിട്ട് നിഷ്കളങ്ക ഭാവത്തിൽ ഇരിക്കുന്ന ആ ഈശ്വരന്മാരെ ഒരിക്കലും ഒരു ദേവിയും ആരെയും ശിക്ഷിക്കില്ല. ആസുരി ഭാവത്തിൽ വർത്തിക്കുന്നവരെയാണ്, ദുർജനങ്ങളെയാണ് ഭഗവാൻ ശിക്ഷിക്കുക. അവർക്ക് ദർശനം മാറ്റി കൊടുക്കുക ചെയ്യുക. അവിടെയും ശിക്ഷയാണ് നടപ്പാക്കുന്നതെന്ന് പറയില്ല. അവരുടെ ആ സ്വഭാവത്തിൽ നിന്ന് പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ഇപ്പം ശിശുപാലനെയൊക്കെ 100 തെറ്റുകളില്ലേ 100 പ്രാവശ്യം ഭഗവാനെ നിന്ദിക്കാൻ അനുവദിച്ചു അല്ലേ? അവിടെയും സുദർശന ചക്രം വിട്ടിട്ട് ആ ദർശനം മാറ്റുക ചെയ്ത്. അതായത് നമുക്കിപ്പോ ഒരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ ജന്മത്തിൽ മറക്കുന്നു മാത്രമല്ല, ഈ ജന്മത്തിലെ കാര്യങ്ങൾ തന്നെ ചിലതൊക്കെ നമ്മൾ ആ ഘട്ടം കടന്നു കഴിഞ്ഞാൽ അതൊക്കെ മറക്കും. എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇല്ലെങ്കിൽ മറ്റുള്ളവർ ഉപകാരം ചെയ്താലും നമ്മുടെ ദർശനം നമ്മുടെ സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ മാറും, ദർശനമൊക്കെ മാറും അല്ലേ? പഴയതൊക്കെ മാറും. അപ്പം എങ്ങനെയായാലും ഇപ്പോഴത്തെ ആ തലയങ്ങ് പോയി കഴിഞ്ഞാല് പിന്നെ ആ പഴയതൊന്നും ഓർമ്മ വരില്ല. അതും ഭഗവാനുടെ സാന്നിധ്യത്തിൽ ഇല്ലേ അതുപോലെ ശ്രേഷ്ഠമായ ഒരു സ്ഥലത്ത് വെച്ചോ ഇല്ലേ അതുപോലുള്ള ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ദർശനം മാറുന്നത് എന്നുണ്ടെങ്കിൽ അവന് ഭഗവാന്റെ അനുഗ്രഹം തന്നെ കിട്ടുന്നുള്ള യാതൊരു സംശയമില്ല. അത് കംസനായിക്കോട്ടെ ശിശുപാലനായിക്കോട്ടെ ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചവരാരൊക്കെ അവർക്കൊക്കെ മോക്ഷം കിട്ടി. ഇനി ദുര്യോധനാദികൾ പോലും ഭഗവാന്റെ സാന്നിധ്യത്തിൽ ശരീരം ധരിച്ചുകൊണ്ട് അവർക്ക് ധർമ്മത്തിൽ നിലനിൽക്കാൻ സാധിച്ചു എന്നുള്ളത് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ദുര്യോധനൻ തിരിച്ച് സ്വർഗത്തിലേക്കാണ് പോയത്. കാരണം യുദ്ധത്തിൽ പങ്കെടുത്ത് ശ്രേഷ്ഠമായ ക്ഷത്രിയന്റെ ധർമ്മം പാലിച്ചുകൊണ്ട് പോയത് കൊണ്ട് അവിടെ പോയിട്ട് ശ്രേഷ്ഠമായ പദവിയിലിരിക്കാൻ സാധിച്ചു എന്നൊക്കെ ഈ പാണ്ഡവരുടെ മഹാപ്രസ്ഥാനമൊക്കെ വായിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ധർമ്മപുത്രക്ക് പോലും അത്ഭുതം തോന്നി. ദുര്യോധനൻ ശ്രേഷ്ഠമായ പദവിയിൽ സ്വർണ്ണ സിംഹാസനത്തിൽ സ്വർഗത്തിൽ ഇരിക്കുന്നത് ദുര്യോധനൻ കയറി ചെല്ലും ധർമ്മപുത്ര കയറി ചെന്നപ്പോ കണ്ടു. അപ്പൊ ഇവനിങ്ങനെ ഈ സ്ഥാനത്ത് കിട്ടി എന്നൊക്കെ ധർമ്മപുത്രക്ക് വരെ സംശയം തോന്നുന്നുണ്ട്. അപ്പം ഇവിടെ ഭഗവാനെ ഒരു കാരണവശാലും നിങ്ങളുടെ ഇഷ്ടദേവതകളെ നിങ്ങൾ ഉപാസിക്കുന്ന ദേവതയെ ഒരു കാരണവശാലും ഭയപ്പെടരുത്, സംശയിക്കരുത്. നിങ്ങൾ നിഷ്കളങ്ക ഭാവത്തിൽ നിഷ്കാമ കർമ്മങ്ങൾ ചെയ്താൽ തന്നെ ആ ഇഷ്ടദേവത നിങ്ങളിൽ പ്രസാദിക്കും. ഒരിക്കലും നിങ്ങൾ ആ ദേവതകളെ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഒരിക്കലും ശിക്ഷിക്കാനായിട്ടല്ല ഈശ്വരന്മാരിയ്ക്കുന്നത്. നമ്മളെ സൽമാർഗത്തിലേക്ക് ധർമ്മം അനുസരിച്ച് സജ്ജനമായിട്ട് ഭഗവാനെ ഉപാസിക്കുന്നവരായിട്ട് മാറുന്നവരെ ഒരിക്കലും ഭഗവാൻ ശിക്ഷിക്കുന്നില്ല. നമുക്ക് കർമ്മങ്ങളുടെ ദോഷം കൊണ്ട് അവിദ്യാദി ദോഷങ്ങളെ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന കർമ്മഫലങ്ങളാണ് പൂർവജന്മ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ജപാദികൾ ഈ വേദവൈദിക കർമ്മങ്ങളൊക്കെ അന്ധകരണ ശുദ്ധീകരണത്തിനാണെന്ന് പറഞ്ഞു. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാതെ പൂർവജന്മാർജിതമായിട്ടോ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കർമ്മ അവിദ്യാദി ദോഷങ്ങളെ കൊണ്ടുള്ള കർമ്മഫലങ്ങൾ നമ്മൾ തന്നെ അനുഭവിച്ച് തീരണ്ടേ? അല്ലാതെ ആ ഉപാസന നടക്കുന്ന സമയത്ത് ആ ഈശ്വരനൊന്നുമല്ല നിങ്ങളെ ശിക്ഷിക്കുന്നത്. നമ്മുടെ കർമ്മഫലങ്ങളാണ് നമ്മൾ ശിക്ഷ അനുഭവിക്കാൻ ഇടവരുന്നത്. അതുകൊണ്ട് ആ കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് തീർത്താലേ അന്ധകരണ ശുദ്ധി ഉണ്ടാവൂ. അല്ലാതെ ഈശ്വരന്മാർ ഒരിക്കലും ശിക്ഷിക്കാനല്ല ഇരിക്കുന്നത്. നമ്മുടെ കർമ്മഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈശ്വരന്മാരെ ഒരിക്കലും കുറ്റപ്പെടുത്തുക അവരാണ് ശിക്ഷിക്കുന്നത് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. വിധിക്ക് കാരണം നമ്മൾ നടക്കുന്ന സമയത്ത് ശ്രദ്ധയില്ലാതെ 2 കണ്ണ് തന്നിട്ടുണ്ട്. നമ്മുടെ ശരീരം ഒരു കാലം ഉറച്ചോ എന്ന് നോക്കാതെ നടന്നിട്ട് വീണിട്ട് ഭഗവാനാണ് എന്നെ വീഴ്ചതെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് വെറുതെ ഭയപ്പെട്ട് സംശയം കൊണ്ട്. നമുക്കൊരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ മറ്റാരെങ്കിലും ചാരി നിൽക്കാൻ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ ശ്രമിക്കാം.
വേറൊന്നും കിട്ടിയില്ലെങ്കിൽ ഈശ്വരനെ കുറ്റപ്പെടുത്തും. ഇത് നമ്മുടെ സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് ഈശ്വരന്മാരെ ഒരിക്കലും ഭഗവാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. എൻ്റെ വിശ്വരൂപത്തെ കണ്ടിട്ടെന്നല്ല, ഭഗവാനെ കണ്ടിട്ടോ അല്ലെ ഭഗവാനെ പറ്റി ചിന്തിക്കുമ്പോഴോ ഒരിക്കലും ഒരു കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്യരുത്. ഒരിക്കലും ഭയപ്പെടേണ്ടാത്തതും ഒരിക്കലും പേടിക്കേണ്ടാത്തതും ഭഗവാനെ മാത്രം. നമുക്ക് ജീവിച്ചിരിക്കുന്നവരെ പേടിപ്പിക്കേണ്ടത്. ഒന്നും വേണ്ട, മരിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡിയെ നമുക്ക് ജീവിച്ചിരിക്കുന്ന ആളെക്കാളും കൂടുതൽ പേടി അല്ലേ? എഴുന്നേറ്റ് വന്നിട്ട് ഒന്നും ചെയ്യില്ല. പക്ഷെ മൃതദേഹം കണ്ടാൽ എല്ലാവർക്കും പേടിയാ. അത് 24 മണിക്കൂർ കൂടുതൽ വീട്ടിൽ വച്ചുകൊണ്ടിരിക്കാൻ ആരും ഇഷ്ടമുള്ളവർ പോലും സമ്മതിക്കില്ല. എത്ര കാലം എത്ര നേരം അവിടെ ഇരിക്കും? ഇപ്പൊ നമ്മൾ ഈ ആവശ്യമില്ലാത്ത വിഷയത്തെ കുറിച്ച് ഭയപ്പെടുന്ന ഒരു സ്വഭാവം പൊതുവേ മനുഷ്യനുണ്ട്. അങ്ങനെ ഭയപ്പെടാണ്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിർഭയത്വം എന്ന് പറയുന്ന ഗുണമുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാന്റെ അനന്യ ഭക്തനായിട്ട് മാറിയാൽ പിന്നെ ഒരിക്കലും ഒന്നിനെയും, ഭഗവാനെ എന്നല്ല, ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിയെയും നിങ്ങൾ ഭഗവാനെ ആശ്രയം പ്രാപിച്ചാൽ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു കാര്യത്തിലും ഭൗതികമായിട്ട് എന്തൊക്കെ സംഭവിച്ച, ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ തന്നെ ശരീരം മരണമല്ലേ സംഭവിക്കും? ഈ ശരീരം സംഭവിച്ചാലും നമ്മുടെ ആത്മാവിന് വല്ലതും സംഭവിക്കോ? അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്തും എന്നെ ഓഫീസിനകത്തിട്ട് പൂട്ടിയിട്ടുണ്ട്. ഇല്ലേ? 12 വയസ്സിൽ ശ്രീകോവിലിനകത്തിട്ട് നാട്ടുകാർ പൂട്ടിയിട്ടുണ്ട്. ഇതേപോലെ സപ്താഹത്തിന് പോയിട്ട് ഒരു വീട്ടിലിട്ട് പൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടും എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും വഴി കണ്ടെത്തി ഞാൻ പുറത്ത് കിടക്കാറുണ്ട്. എനിക്കതുകൊണ്ടൊന്നും ഒരു ഭയവും ഇല്ല. ഇതൊക്കെ പല പ്രാവശ്യം സംഭവിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഭയപ്പെടണം? അപ്പൊ എത്രയെത്ര അനുഭവങ്ങളിലൂടെ നമ്മുടെ ഭയത്തെ മാറ്റിത്തരാൻ ഭഗവാൻ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലെ, ഭഗവാൻ നമ്മളെ കൊണ്ട് അതിൽ ശ്രേഷ്ഠത വരുത്താൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകണം. ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകാതെ നമ്മുടെ ഈ ഭയോട്ട് മാറുകയില്ല. അപ്പൊ എത്രയൊക്കെ ഈ ഗീത പറയുന്ന കേട്ടിട്ട് ഞാൻ നിങ്ങളോട് ഭയപ്പെടരുത് ഭയപ്പെടരുതെന്ന് പറഞ്ഞാലും ഈ നിങ്ങളുടെയൊക്കെ ഭയം മാറണമെന്നുണ്ടെങ്കിൽ ഭയം ഇല്ലാത്ത നിർഭയത്വത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് അഭയം ഉണ്ടാകണം. അത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈശ്വരനെ അനന്യമായിട്ട് വിശ്വസിക്കുന്നവർക്ക് നിങ്ങൾ ഏത് ബന്ധനത്തിൽപ്പെട്ടാലും നിങ്ങളെ മുക്തമാക്കി കിട്ടും, യാതൊരു സംശയവും. ബന്ധനം ഉണ്ടാകുകയില്ല. ബന്ധനം അഥവാ പൂർവജന്മ കർമ്മഫലം കൊണ്ട് എങ്ങാനും ബന്ധനത്തിൽപ്പെട്ടാൽ അതിൽ നിന്ന് ഭഗവാൻ തന്നെ നിങ്ങളെ രക്ഷിച്ചോളും. ഭഗവാൻ സജ്ജനങ്ങളുടെ കൂടെ നമേ ഭക്ത പ്രണശതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് ഓർത്തിരുന്നു. ആ ഒരൊറ്റ വാക്ക് മതി നമുക്ക് ഭയപ്പെടാതിരിക്കാൻ. അതുകൊണ്ട് അത് ഓർത്തിരിക്കുക. സഞ്ജയൻ ഇനി പറയുന്നത് എന്താ? ഇത്യർജുനം വാസുദേവ സദോക്ത സ്വകം രൂപം ദർശയമാസഭൂയ ആശ്വാസയാമാസജ ഭീതമേനം ഭൂത്വാ പുന സൗമ്യ ബബുർ മഹാത്മാ. ശേഷൻ അർജുനോട് ഇങ്ങനെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ, ഒരിക്കലും നീ എന്നെ കണ്ടിട്ട് ഭയപ്പെടേണ്ട. ആ നിർഭയനും സന്തുഷ്ടനുമായ എന്റെ ആയിരിക്കുന്ന നിർഭയനായിക്കൊണ്ട് സന്തുഷ്ടനായിക്കൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി എൻ്റെ പൂർവ്വരൂപത്തെ തന്നെ നീ വീണ്ടും കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞതുപോലെ എൻ്റെ പൂർവ്വരൂപത്തെ പിന്നെയും കാണിച്ചു കൊടുത്തു. ഭഗവാന്റെ പൂർവ്വരൂപത്തെ ആദ്യം ചതുർബാഹു രൂപത്തെ കാണിച്ച് ഭഗവാൻ സൗമ്യ ശരീരം കൈക്കൊണ്ട് ഭീതനായ അർജുനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അഥവാ നമുക്ക് ഏതെങ്കിലും തരത്തിൽ എത്രയൊക്കെ പറഞ്ഞാലും ഭയപ്പെടരുതെന്ന് പറഞ്ഞാലും നമുക്ക് ഓരോ കർമ്മങ്ങളോടില്ലേ സാഹചര്യം അനുസരിച്ചുകൊണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ചഞ്ചലാവസ്ഥ, അതായത് ആദിദൈവിക ദുഃഖം എന്ന് പറയുന്ന പ്രതിഭാസം, ചഞ്ചലാവസ്ഥ, ടെൻഷൻ, പരിഭ്രമം, ഇതൊക്കെ ജന്മസിദ്ധമായിട്ട് നമ്മുടെ സ്വഭാവത്തിലുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഭയപ്പെട്ടാലും ഭഗവാൻ തന്നെ നമ്മളെ സമാശ്വസിപ്പിക്കാൻ ഉണ്ടാകും എന്നുകൂടി വിശ്വസിച്ചുകൊള്ളുക. അതാണ് നമ്മെ ഭക്ത പ്രണശതി എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് ഭയം ഉണ്ടാകുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ അവിടെയും ഭഗവാൻ തന്നെ നമുക്ക് സമാശ്വസിപ്പിക്കാൻ ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെ എപ്രകാരം അർജുനോട് പറഞ്ഞതുപോലെ ഭഗവാനെ ഈ വിശ്വരൂപം കണ്ടിട്ട് കാണണമെന്ന് പറഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനൻ ഉണ്ടാകുന്ന ഒരു പരിഭ്രാന്തിയെ മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഭക്തൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെയുള്ള രൂപത്തെ ധരിച്ചിട്ട്
സമാശ്വസിപ്പിക്കാൻ തന്നെ ഇച്ഛിക്കുന്ന രൂപത്തിൽ ഭഗവാൻ വന്നിട്ട് ആ ഭക്തനെ അനുഗ്രഹിച്ച് സമാശ്വസിപ്പിക്കുന്ന, നീ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു എന്ന് പറഞ്ഞു. ഇനി ആരെങ്കിലും ജീവിതത്തിൽ ഭയപ്പെട്ടോ ദുഃഖിച്ചോ പരിഭ്രാന്തരായിട്ടോ ഇരിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഭക്തി മാർഗത്തിലേക്ക് എത്തുന്ന ഒരു ഭക്തന്റെ കടമയാണ് അവരെ യഥാവിധി സാധാരണ രൂപത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം സമാശ്വസിപ്പിക്കേണ്ട കർമ്മവും നമ്മളെപ്പോലുള്ള ഭക്തരുടെ ഉത്തരവാദിത്തമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അവിടെയാണ് ഭഗവാൻ സന്തോഷിക്കുക. നമുക്കിതെല്ലാം പഠിക്കാൻ സാധിച്ചു, നമ്മൾ കേമത്വം കാണിച്ചു, ഇതൊക്കെ പഠിച്ചു, ഞാൻ ഗീതയൊക്കെ പഠിച്ചിട്ടായിരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കലല്ല നമ്മുടെ ഡ്യൂട്ടി. ഈ ഭഗവാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ യഥാവിധി മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും ദുഃഖത്തിലോ ഭയപ്പെട്ടിട്ടോ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അവരെ സാധാരണ ജീവിതത്തിലേക്ക് നയിച്ചു നടക്കേണ്ടത് നമ്മളെ പോലുള്ളവരുടെ ഉത്തരവാദിത്തമാണെന്ന് കൂടി ഗീതയിൽ നിന്ന്, ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനും ഈശ്വരന്റെ അനുഗ്രഹം നമുക്ക് വേണം. മറ്റുള്ളവരുടെ ദുഃഖത്തെ മനസ്സിലാക്കുകയും അവരെന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്, ഏതെങ്കിലും കാര്യത്തിൽ ഭൗതികമായിക്കോട്ടെ ഈശ്വരീയമായിക്കോട്ടെ, ഭൂതപ്രേതാദി വിശ്വാസം കൊണ്ടോ ഇല്ലേ ബ്രഹ്മരക്ഷസ് ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിൽ നമുക്ക് ഭയം വന്നു ചഞ്ചലാവസ്ഥയൊക്കെ ഉണ്ടാവൂല. ജ്യോത്സ്യന്റെ അടുത്ത് എന്നാൽ തന്നെ ചിലപ്പോൾ പ്രശ്നം വെച്ചിട്ട് അവരെ കൂടുതൽ പ്രശ്നത്തിലാക്കും. അപ്പം ഒരു രോഗത്തെ പറ്റി സംശയം തോന്നിയാൽ മതി, ഭയം ഉണ്ടാകും. ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ, എന്നുള്ള ആശുപത്രി കയറി ചെന്ന് കഴിഞ്ഞാൽ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ സ്കാൻ ചെയ്യണം ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭയപ്പെടുത്തും. ഇതിലെല്ലാം ഈ നമ്മളെ ചഞ്ചലാവസ്ഥയിലേക്ക് എത്തിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ യഥാർത്ഥത്തിൽ അതിന്റെ ആ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിപ്പിക്കാൻ, അവർക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യ. അപ്പം അങ്ങനെ ഒരു ഭാവത്തിലേക്ക് നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, ഏതെങ്കിലും തരത്തിൽ ഒരു പരിചയമില്ലാത്തവരായും നമ്മൾ കരഞ്ഞു വിളിച്ചിരിക്കല്, ദുഃഖിച്ചിരിക്കുന്നത് കണ്ടിട്ട്, ഭയപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് അവരെ നിങ്ങൾ പ്രത്യക്ഷത്തിൽ കണ്ടാൽ അവരെ സമാശ്വസിപ്പിക്കാൻ, അവരെ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ ദുഃഖ നിവാരണത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാക്കുകൊണ്ടെങ്കിലും അവരെ സഹായിക്കാൻ സാധിച്ചാൽ അത് തന്നെ ശ്രേഷ്ഠമായ ഈശ്വരാനുഗ്രഹത്തിന് കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം. ബാക്കി ഭാഗം നമുക്ക് ഇനി 5 ശ്ലോകങ്ങളുടെ കഴിഞ്ഞ വിശ്വരൂപ ദർശനം ഈശ്വരന്റെ പാദങ്ങളിൽ, ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഗീതാശാസ്ത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ലോക നന്മയ്ക്കായിക്കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. അതിന് ഗുരുവായൂരപ്പൻ നമ്മളെ എല്ലാവരെയും ഒരേപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഗീശാ ഗോബ്രാഹ്മണേഭ്യഃ സുമോസ്തുത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.